നാം പരിശോധനകളെയും വെല്ലുവിളികളെയും നേരിടുന്നവരാണെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് തരുന്ന പ്രൊമോഷനും വാഗ്ദത്തങ്ങളും പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ വെല്ലുവിളികളോ പരിശോധനകളോ ഇല്ലെന്നർത്ഥമില്ല. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള വലിയ കരുത്ത് ദൈവം നമുക്ക് തരും. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത്, വെല്ലുവിളികളെ ഭയപ്പെടാതെ നേരിടുക. കരം പിടിക്കുന്നവൻ ശക്തനായവനാണ്, അവൻ നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥനയാൽ വെല്ലുവിളികളെ നേരിടുക, ദൈവത്തിന്റെ വചനത്താൽ വെല്ലുവിളികളെ നേരിടുക, ആത്മശക്തിയാൽ വെല്ലുവിളികളെ നേരിടുക. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് സന്ദേശം കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന മാനസികമായിട്ടുള്ള വെല്ലുവിളികളാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള വെല്ലുവിളികളാകട്ടെ, ബാഹ്യമായ മേഖലയിൽ കടന്നു വരുന്ന പരിശോധനകളോ വെല്ലുവിളികളാകട്ടെ, അതിനെ ജയിക്കാനുള്ള ദൈവിക ബലം, കൃപ ഇന്ന് ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. ഹല്ലേലൂയ. നമ്മളെ സഹായിക്കും. നാം നേരിടുന്ന ഓരോ വെല്ലുവിളികളുടെ സമയത്തും നമ്മളെ സഹായിക്കുവാൻ നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം അയക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ദൂതന്മാരെ അയക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം സഹായം അയക്കും. യേശു ഗെത്സമനയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുക, വിയർപ്പ് തുള്ളി പോലെ രക്തത്തുള്ളി വീണുകൊണ്ടിരിക്കുക. അവിടെ അവന്റെ പ്രാർത്ഥന നടുവിൽ അവനെ സഹായിക്കുവാൻ ദൈവം ഒരു ദൂതനെ അയച്ചതായിട്ട് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. ആ പ്രാർത്ഥനയിൽ അവനെ സഹായിക്കുവാൻ, അവനെ ശക്തിപ്പെടുത്തുവാൻ ദൈവം ഒരു ദൂതനെ അയച്ചു. ഹല്ലേലൂയ. ദൈവം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൂതനെ അയക്കും, ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ. ഹല്ലേലൂയ. അത് ആന്തരികമാണെങ്കിലും ബാഹ്യമാണെങ്കിലും നമ്മളെ സഹായിക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ നിൽക്കും. ദാവീദ് കടന്നുപോയ ശോധനകൾ, അവൻ ആന്തരികമായി നേരിട്ട വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, ബാഹ്യമായി രാഷ്ട്രപരമായൊക്കെ നേരിട്ട വെല്ലുവിളി ഉണ്ടായിരുന്നു. ഒരുപാട് അവനെ വേദനിപ്പിച്ചത് അവന്റെ ഭാര്യ, അവന്റെ അമ്മായിപ്പൻ അവനെതിരായി മാറി. ഒരുപാട് വേദനയുണ്ടായി. അവൻ ആ വഴക്കൊഴിവാക്കാൻ വേണ്ടി അവൻ വീട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. അതിലേറെ വേദനിപ്പിക്കുന്ന വെല്ലുവിളിയായിരുന്നു അവന്റെ സ്വന്തം മകൻ, വളരെ പ്രതീക്ഷ അർപ്പിച്ച മകൻ അബ്ശാലോം ദോഷമായി പ്രവർത്തിച്ച് ദാവീദിനെ കൊല്ലുവാനായി പദ്ധതി ഉണ്ടാക്കിയതും ഒക്കെ വളരെയധികം വേദനിപ്പിച്ചു. ഹല്ലേലൂയ. ആ സമയത്തൊക്കെ ആ ഗുഹയിലും പ്രാർത്ഥനയ്ക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ മാറിയിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രതിസന്ധികളെ ഒഴിഞ്ഞു പോകുവോളം. അപ്പൊ നമുക്ക് ആന്തരികമായി വരുന്ന വെല്ലുവിളികളെല്ലാം സംയമനത്തോടെ നേരിടാനും പ്രാർത്ഥനയോടെ നേരിടാനും നമുക്ക് പറ്റണം. അങ്ങനെ നേരിട്ട വ്യക്തിയാണ് ദാവീദ്. ദൈവത്തിന് ജയിക്കാൻ പറ്റി, ദൈവം തിരിച്ചു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ചില മേഖലയിലൊക്കെ നമ്മൾ ഒഴിഞ്ഞു പോകേണ്ടി വരും, ഒഴിഞ്ഞു കൊടുക്കണം, ഒഴിഞ്ഞു നിൽക്കണം. കാരണം ദൈവമാണ് നമ്മളെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മുടെ കൈക്കരുത്ത് കൊണ്ടും നമ്മുടെ മിടുക്ക് കൊണ്ടും അല്ല, നമ്മളെ ഉയർത്തുന്നത് ദൈവമല്ലേ, നമ്മളെ വിളിച്ച ദൈവമല്ലേ. ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളെ അർപ്പിക്കുന്നതെങ്കിൽ ഒരിക്കലും നാം ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. ഹല്ലേലൂയ. ആന്തരികമായ വെല്ലുവിളികളെ നേരിട്ടതായിട്ട് നമുക്ക് കാണുന്നു. ബാഹ്യ വെല്ലുവിളികൾ അതിശക്തമായിരുന്നു. അതില് തന്റെ ബാല്യപ്രായത്തിലെ എന്താ നേരിട്ടത്? ഒരിക്കലൊരു സിംഹം, ഒരിക്കലൊരു കരടി അവനെ ആക്രമിക്കാൻ വരുന്ന കാഴ്ച. ആടിനെ ആക്രമിക്കാൻ വന്നിട്ട് പിന്നീട് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അതിനെ ധൈര്യത്തോടെ കീഴ്പ്പെടുത്തി. അതിലും വലുതായിരുന്നു ഗോലിയാത്ത് എന്ന് പറയുന്ന മനുഷ്യനും അവന്റെ കൂടെ വലിയ ഫെലിസ്ത്യ സൈന്യവും. അവൻ നേരിട്ടത് യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ വെല്ലുവിളികളെ നേരിടുമ്പോഴുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ നിൽക്കുന്ന ദൈവത്തിന്റെ രാജ്യത്തിലാണ്, ദൈവത്തിന്റെ ദൂതന്മാരുടെ കൂടെ ഉണ്ട് എന്നൊരു തിരിച്ചറിവോടുകൂടി മാത്രമേ നമുക്ക് വെല്ലുവിളികളെ നേരിടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ബാഹ്യശക്തികളെ നാം കീഴടക്കുന്നത്, അതിനോട് നമ്മൾ പൊരുതി നിൽക്കുന്നത്. അവിടെ നമ്മൾ ഓടിപ്പോകുന്നില്ല. കുടുംബത്തിനകത്തെ പ്രതിസന്ധികൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറുന്നത് നല്ലതാ. പക്ഷേ ബാഹ്യമായ ശക്തികളെ, ആത്മാവിൽ വെല്ലുവിളികളെ നേരിടണം, കീഴ്പ്പെടുത്തണം. ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തി, അവൻ ഓടിയില്ല. ദൈവശക്തി അവന്റെ മേൽ വ്യാപരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അവൻ നേരിട്ടത് യുദ്ധം യഹോവയ്ക്കുള്ളത്, അത് ദൈവം ചെയ്യുന്നു, ദൈവം ഏൽപ്പിച്ച് ഞാൻ ചെയ്യുന്നു, നേരിടണം. എന്നാൽ ഏലിയാവ് പതറി. അദ്ദേഹം വെല്ലുവിളികളെ, ആഹാബിന്റെ വെല്ലുവിളിയെ ഭയന്നില്ല. ധൈര്യത്തോടെ 850 പ്രവാചകന്മാരെ, ബാലിന്റെ 450 പ്രവാചകന്മാരും അശേരയുടെ പ്രവാചകന്മാരായ 400 പേരെയും, ഇസബേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വന്ന അശേരയുടെ 400 പ്രവാചകന്മാരെയും കർമ്മേലിന്റെ സമയമുള്ള തോട്ടിൽ വെച്ച് വെട്ടിക്കൊന്നു അവനോട് കൂടെ ഉണ്ടായിരുന്ന ജനം.
കാരണം യഹോവയാണ് ജീവിക്കുന്ന ദൈവം എന്ന് തെളിയിച്ചതാണ്. അല്ല, ബാലാണ് ദൈവം എന്ന് തെളിയിക്കാൻ നോക്കിയവർ പരാജയപ്പെട്ടപ്പോൾ അവരെ കൊന്നുകളഞ്ഞു, ഇസ്രായേൽ ജനം തന്നെ. എന്നാൽ ആഹാബിന്റെ വെല്ലുവിളിയെ ജയിച്ചെങ്കിലും ഈസബേലിന്റെ വെല്ലുവിളി വന്നപ്പോൾ ഏലിയാവ് ഒന്ന് പതറിപ്പോയി, നിരാശപ്പെട്ടു പോയി, ഒതുങ്ങിപ്പോയി. ഒരു ചൂരച്ചിലയുടെ കീഴിലേക്ക് ഓടിച്ചെന്ന് കയറി അവിടെ കിടന്ന് മരിക്കാൻ ഇച്ഛിക്കുകയാണ്. ഹല്ലേലൂയ. വെല്ലുവിളികളെ ഭയപ്പെടുകയാണ്. പക്ഷേ ദൈവം കൈവിട്ടില്ല. അവനെ തട്ടി ഉണർത്തി, ദൂതനെ അയച്ച് തട്ടി ഉണർത്തിയപ്പോൾ അവൻ എഴുന്നേറ്റു, അവൻ യാത്ര ചെയ്യാൻ തയ്യാറായി. നമുക്കെല്ലാം വെല്ലുവിളി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഞെരുങ്ങാനും ഒതുങ്ങാനും സാധ്യതയുണ്ട്. പക്ഷെ അവിടെ വെച്ച് ദൈവം നമ്മളെ തട്ടിത്തരുന്നൊരു വചനമുണ്ട്. പോകാനുണ്ട്, എഴുന്നേക്കെന്ന് പറഞ്ഞാൽ എഴുന്നേക്കണം. ഒന്ന് തട്ടി സ്വാഭാവികമായി നമ്മളെ പോലെ ഏലിയാവ് പിന്നെയും കിടന്നു. പക്ഷെ രണ്ടാമത് എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ നടന്നു. ഈ ഒരു സെക്കൻഡ് ടച്ച് ദൈവം നമുക്ക് തരുമ്പോൾ മറുതലിക്കാതെ കൂടെ നടക്കാനും ദൈവിക പദ്ധതികൾ സമർപ്പിച്ചാൽ ഈസബേലിൽ നിന്ന് മാത്രമല്ല അതിനെ അതുപോലെയുള്ള സകല ശക്തികളെയും കീഴടക്കാനുള്ള ഒരു അധികാരം ദൈവം നമ്മളെ മേൽ കൈമാറും. വെല്ലുവിളികളെ നാം നേരിടുക, നമ്മെ ശക്തീകരിക്കാൻ ദൈവം കൂടെയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഒരുപാട് വെല്ലുവിളികൾ, അകത്ത് ഭയം, പുറത്ത് യുദ്ധം, എന്തെല്ലാം കള്ളന്മാരുടെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, ഇങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ വെല്ലുവിളികളുടെയും കടന്നുപോയി. അതിനെയൊക്കെ അതിജീവിക്കാൻ തന്നെ ശക്തീകരിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു. ഫിലിപ്പി ലേഖനം 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഒരുപാട് വെല്ലുവിളികൾ. രോഗം ഒരു വെല്ലുവിളിയായിരുന്നു, ശാരീരിക ബലഹീനതകൾ വെല്ലുവിളിയായിരുന്നു, ഇങ്ങനെ കയ്യേറ്റതൊക്കെ വെല്ലുവിളികളായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ജയിച്ചു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ധൈര്യമായിട്ടിരിക്കെ, വെല്ലുവിളികളുടെ നടുവിൽ പതറണ്ട, സഹായിക്കാൻ ശക്തനായവൻ, മനസ്സിന് ബലം തരാൻ, വചനം തരാൻ, ആലോചന തരാൻ, നമ്മെ ധൈര്യപ്പെടുത്താൻ, ശാരീരികമായ ബലം തരാൻ ദൈവം ശക്തനാണ്. ജയം തരാൻ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം നമുക്കൊണ്ട് അയക്കും. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജയിക്കുവാനായി ശക്തനായവൻ, ജയിപ്പിക്കുവാനായി ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഈ മക്കൾ എല്ലാ വെല്ലുവിളികളെയും ജയിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. അവിടുന്ന് അവിടുത്തെ മക്കളുടെ കൂടെ ഇരിക്കണമേ. അവിടുത്തെ ദൂതന്മാരെ അയക്കണമേ. ധൈര്യം നൽകണമേ. കർത്താവെ, ഒരിക്കലും പരാജയപ്പെടുവാൻ ഇടയാകുകയില്ല. അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിലുണ്ട്, അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകയാൽ ഞങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കണം. അവിടുത്തെ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കും, വലിയ സമാധാനവും ജയവും നൽകും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ അത് ചെയ്യട്ടെ. പതിപോലെ സന്ദേശം കുറച്ചു പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ മിറാക്കുലസ് ഡേ.